ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് ഫിലിപ്പീൻസിനുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ് നാം കേട്ടത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ 4 മനോഭാവങ്ങൾ യേശുവിനുണ്ടായിരുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു. ഒന്ന്, നമുക്ക് വേണ്ടി അഥവാ മാനവരാശിക്കു വേണ്ടി ദൈവിക മഹത്വം അവൻ ഉപേക്ഷിച്ചു. യോഹന്നയുടെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ അതിൻ്റെ തെളിവ് നാം വായിക്കുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. രണ്ടാമതായി, മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവൻ ദാസനായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. മൂന്നാമതായിട്ട്, മനുഷ്യർക്കു വേണ്ടി അവൻ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് നാം വായിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ഇത് വളരെ ശരിയാണ് എന്നുറപ്പിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. മനുഷ്യനു വേണ്ടി ക്രൂശിൽ മരിക്കുന്നതുവരെ സ്വയം താഴ്ത്തി പിതാവിന് അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് പൗലോസ് 4-ാമതായി ഫിലിപ്പിയരോട് പറയുന്നത്. വിശുദ്ധ പത്രോസിന്റെ ലേഖനം 1-ാമത്തെ ഭാഗം, അതായത് 1 പത്രോസ് 3-ാമത്തെ അധ്യായം 18-ാം വാക്യത്തിൽ ഇതിന് കൃത്യമായ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. അവിടെ എടുത്തു വായിച്ചാൽ നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയുന്നു: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ വാക്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ ക്രിസ്തയേശുവിനുള്ള മനോഭാവം നമുക്ക് വ്യക്തമാണ്. അതിനെ ഇങ്ങനെ ചുരുക്കത്തിൽ പറയാം: ക്രിസ്തു തൻ്റെ മഹത്വത്തെക്കാൾ മനുഷ്യനെ, മാനവരാശിയെ, അവരുടെ മടങ്ങിവരവിനെ, അവരുടെ മഹത്വത്തിൻ്റെ പുനഃക്രമീകരണത്തെ, മാനവരാശിയുടെ വീണ്ടെടുപ്പിനെ അത്രയേറെ ആഗ്രഹിച്ചു, സ്നേഹിച്ചു. അതുകൊണ്ട് അവൻ തന്നേക്കാൾ കൂടുതൽ മനുഷ്യനെ സ്നേഹിച്ചു എന്ന് അർത്ഥം. ഇത് സഭയ്ക്ക് നൽകുന്നൊരു പാഠമുണ്ട്. ഓരോരുത്തരും അവനവനേക്കാൾ മറ്റുള്ളവനെ, അർത്ഥാൽ നമ്മുടെ സഹോദരങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ക്രിസ്തു ഇത്ര വ്യക്തമായി നമ്മോട് സംസാരിക്കാൻ കഴിയുക? ക്രിസ്തയേശുവിൻ്റെ മനോഭാവത്തിനായി പിതാവിന് സ്തോത്രം.